നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നെയ്പത്തൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ അരിത ഇവിടെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഏതാണ് അരി ഉപയോഗിക്കുന്നത്? ആന്ധ്രാപ്പൊന്നി അല്ലേ. 65 കിലോ അരിയാണ് പെട്ടുള്ളത്. നമ്മൾ ചോറാക്കി എടുക്കണ പോലെ എടുക്കണ പരിപാടിയില്ല കേട്ടോ. എന്നത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നെയ്പത്തൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള അറിയാൻ പറ്റും. അതിൻ്റെ വെള്ളം തീ കെടുത്തിയ ചൂട് പാട്ടില്ല. ആ ഉപ്പല്ലേ ഇടുന്നത്? ഇനി വേറെ തിളക്കേണ്ട ആവശ്യം ആ മറ്റേ തിളക്കാൻ പാടില്ല അല്ലേ? ഇപ്പൊ ആയാ ഇല്ല, ആയിട്ടില്ല. ഏകദേശം എത്ര മിനിറ്റ് ഇങ്ങനെ എടുക്കണം? 10 മിനിറ്റ് ഒക്കെ 10 മിനിറ്റ് ഒക്കെ എടുക്കണല്ലേ? ഇതിപ്പോ ഭാഗമായ ഈ ഒരു ലെവലിൽ എടുക്കല്ലേ? നമ്മൾ വായിലിട്ട് നോക്കുമ്പോൾ ഒന്നിങ്ങനെ പിന്നെ കടിക്കരുത്, ഒന്ന് ചതുങ്ങി പോണ രൂപത്തിൽ ഇങ്ങോട്ട് എടുത്തിട്ട് ഊറ്റി വെക്കുക. ഊറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് നല്ല ജീരകവും കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് പിന്നെ ചെറിയ ഉള്ളിയും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് ഗ്രൈൻഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരക്കുക. അരച്ചിട്ട് വെള്ളം കൂടുതലൊന്നും ചേർക്കരുത്. നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ അതിങ്ങനെ ബോളായിട്ട് കിട്ടണം, അതേമാതിരി തന്നെ ആക്കി കിട്ടണം. എന്നാലേ അത് പിന്നെ അത് എന്നിട്ട് 2 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് എണ്ണ നല്ല ചൂടായി വരുമ്പോൾ ഇതിങ്ങനെ നമ്മളൊരു പിന്നെ എന്തിലാക്കിയിട്ട് നമ്മൾ ഈ ഓയിലിൻ്റെ കവറിലാക്കിയിട്ട് പരത്തിയിട്ട് ഇട്ട് കൊടുക്കണം. ഈ ഓയിലിൻ്റെ കവർ എടുക്കുന്നത് എന്തിനാ വെച്ചാൽ അതിമ കുറച്ച് ഓയിലാക്കി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ്, അതിമ ഒട്ടി പിടിക്കില്ല. അത് കുറച്ചൊരു കനുള്ള പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അതിമ ഒട്ടി പിടിക്കില്ല. ബാക്കിയുള്ള നമ്മൾ ഈ ഇലകളും പിന്നെ മറ്റുള്ള കവറുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൻ്റെ പാട് അതിമ ശരിക്കും അറിയും. അപ്പോൾ അതൊരു ഫുഡ് എന്താ കാണാൻ ഒരു മൊഞ്ചുണ്ടാവില്ല കാണാൻ. അപ്പൊ കറക്റ്റ് നല്ല ക്രിസ്പി ആയിട്ടും പിന്നെ ഷേപ്പും അതിന് മുകളിൽ നമ്മളെ കൈയുടെ വിരലടയാളൊന്നും ഇല്ലാതിരിക്കാനാണ്. അതിനാണ് നമ്മൾ ഈ ഓയിലിന്റെ കവർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇതിന് നെയ്പത്തൽ എന്ന് പറയുന്നത്, പക്ഷെ പുറം നാട്ടിലൊക്കെ ഇതിന് എന്തായാലും എല്ലാ സ്ഥലത്തും നെയ്പത്തലാണ്. നെയ്പത്തൽ അല്ലെ കണ്ണൂരപ്പം അല്ല, കണ്ണൂരപ്പം വേറെ ടേസ്റ്റ്.